കുവൈറ്റിൽ വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ മദ്യം നിയമവിധേയമാക്കണോ എന്ന ചർച്ച ശക്തമാകുന്നു. 23 പേർ മരിക്കുകയും 160-ലധികം പേർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിവാദമുയർന്നത്. മദ്യത്തിന്റെ നിയന്ത്രിത വിൽപ്പന കൊണ്ടുവരുന്നത് കള്ളക്കടത്തും വിഷമദ്യ ഉപയോഗവും കുറയ്ക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അയൽ ഗൾഫ് രാജ്യങ്ങൾ പലതും ഇതിനകം മദ്യവിൽപ്പന അനുവദിക്കുന്നുണ്ടെന്നും പൊതുജനാരോഗ്യത്തിന് ഗുണകരമാകുമെന്നും അവർ പറയുന്നു. അതേസമയം കുവൈറ്റ് ഒരു ഇസ്ലാമിക രാജ്യമാണെന്നും മദ്യവിൽപ്പന മതപരമായി നിരോധിതമാണെന്നും മതപണ്ഡിതർ ഓർമ്മിപ്പിക്കുന്നു. ദാരുണ സംഭവങ്ങളുണ്ടായാലും വിലക്ക് നീക്കാൻ കാരണമാകരുത് എന്നാണ് അവരുടെ നിലപാട്. മെഥനോൾ, എഥിലീൻ പോലെയുള്ള വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന മദ്യം ജീവഹാനിക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മെഥനോൾ ശരീരത്തിന്റെ ദഹനവും നാഡീവ്യവസ്ഥയും തകർത്ത് വേഗത്തിൽ മരണത്തിലേക്ക് നയിക്കാമെന്നും അവർ വ്യക്തമാക്കുന്നു. സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തരം ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിർമ്മിച്ചത് എന്ന വ്യാജ ലേബലിൽ വിപണിയിലിറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ്, പുതുവത്സര സമയങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. നിയമം ഫലപ്രദമാണെങ്കിൽ തുടരണം. എന്നാൽ നിരോധനം ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നുവെങ്കിൽ കർശന നിയന്ത്രണങ്ങളോടെ നിയമാനുസൃത വിൽപ്പന അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര നിയമ ഉപദേഷ്ടാവ് അൻവർ അൽ റഷീദ് അഭിപ്രായപ്പെട്ടു. നിയന്ത്രിത വിൽപ്പന സുരക്ഷിതമാക്കുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മതപണ്ഡിതർ നിരോധനം തുടരണം എന്ന നിലപാടിലാണ്. വിഷമദ്യ ദുരന്തം കുവൈറ്റിലെ മദ്യനിയന്ത്രണ നിയമം വീണ്ടും പരിശോധിക്കണമോ എന്ന ചോദ്യത്തിന് വാതിൽ തുറന്നിരിക്കുകയാണ്. മീഡിയ 1, കുവൈറ്റ്.